Hi everyone. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ജോയിൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ടേബിളിലെ ഡാറ്റേൻ്റെ കൂടെ വേറൊരു ടേബിളിൻ്റെ ഡാറ്റ കമ്പൈൻ ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഒരു ടേബിളിലെ ഡാറ്റ മാത്രം പോരാ, നമുക്ക് വേറൊരു ടേബിളിലെ ഡാറ്റയും കൂടെ ആവശ്യമായിട്ട് വരുമ്പം അതിനെ കമ്പൈൻ ചെയ്യുന്നതിന് ജോയിൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് ടേബിളിലെ ഡാറ്റ ഇതാണ്. സ്റ്റുഡൻറ്റ് ടേബിളിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡുണ്ട്, ബട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഇല്ല. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ടേബിളാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് നെയിമും ഡിപ്പാർട്ട്മെൻറ്റ് നെയിമും ആയിരുന്നു. സ്റ്റുഡൻറ്റ് നെയിം ഒരു ടേബിളാണ്, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വേറെ ടേബിളാണ്. നമുക്ക് ഈ രണ്ട് ടേബിളും കൂടെ കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കൺസ്ട്രക്റ്റാണ് ജോയിൻ. ജോയിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റുഡൻറ്റിനെയും ഡിപ്പാർട്ട്മെൻറ്റിനെയും ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻസിൻ്റെ എല്ലാം റിസൾട്ട് എടുക്കുക. ഇവിടെ നടക്കാൻ പോകുന്ന ഇതാണ്. ആദ്യം സ്റ്റുഡൻറ്റ് ടേബിൾ എടുക്കുന്നു. സ്റ്റുഡൻറ്റ് ടേബിൾ എടുത്തതിന് ശേഷം സ്റ്റുഡൻറ്റ് ടേബിൾ ആദ്യത്തെ റോ എടുക്കുന്നു, ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ആദ്യത്തെ റോ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആദ്യത്തെ റോ എടുക്കുന്നു, രണ്ടാമത്തെ റോ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആദ്യത്തെ റോ എടുക്കുന്നു, മൂന്നാമത്തെ റോ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ ടേബിളിൽ എത്ര റോസ് ഉണ്ടോ അത്രയും റോസ് ആയിട്ട് ഇതിന് കമ്പൈൻ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടേബിളിൽ 16 റോസ് ആണുള്ളത്, രണ്ടാമത്തെ ടേബിളിൽ 6 റോസ് ആണുള്ളത്. അപ്പോൾ 16 × 6 96 റോസ് ആണ് നമ്മുടെ റിസൾട്ടിൽ വരിക. ഓക്കെ, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 റോസ് ഉണ്ട്, ആലിസിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 റോസ് ഉണ്ട്, കരോളിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 റോസ് ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 6 റോസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്രോസ് ജോയിൻ എന്നാണ് പറയാം. നമുക്കിത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഈ ജോയിൻ്റെ മുൻപ് ക്രോസ് കൊടുക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, ക്രോസ് ജോയിൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ജോയിനിങ്ങിന് ഒരു കണ്ടീഷൻ പറയുന്നില്ല, ഏതൊക്കെ ടേബിളാണെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇനി നമ്മൾ കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്നർ ജോയിൻ എന്നാണ് പറയാം. അപ്പോൾ ഇന്നർ ജോയിൻ എന്നുള്ള കീവേഡ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഡിഫോൾട്ട് ജോയിൻ കൊടുക്കുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, അവർ ചെക്ക് ചെയ്യുന്ന ഇതാണ്, കണ്ടീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഇല്ല എങ്കിൽ ക്രോസ് ജോയിൻ ആക്കുന്നു, കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ ഇന്നർ ജോയിൻ ആക്കുന്നു. അപ്പോൾ കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ആയിട്ട് ഓൺ എന്ന് പറയുന്ന കീവേഡ് കൊടുത്തതിന് ശേഷം കണ്ടീഷൻ പറയുന്നു. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കോഡും ഡിപ്പാർട്ട്മെൻറ്റ് കോഡും സെയിം ആയിട്ട് വരുന്ന കേസിൽ മാത്രം കമ്പൈൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ student dot department code is equal to department dot department code. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന കേസസിൽ മാത്രം റോസ് കമ്പൈൻ ചെയ്താൽ മതി എന്ന് പറയാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 16 റോസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആദ്യത്തെ ടേബിളിൽ നിന്ന് ഓരോ റോയും എടുക്കുന്നു, രണ്ടാമത്തെ ടേബിളായിട്ട് കമ്പയർ ചെയ്യുന്നു, നമ്മൾ പറഞ്ഞിരിക്കുന്ന കോളമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഈക്വൽ ആണെങ്കിൽ മാത്രം കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യത്തെ ടേബിളിലെ നമ്പർ ഓഫ് കോളംസ് പ്ലസ് രണ്ടാമത്തെ ടേബിളിലെ നമ്പർ ഓഫ് കോളംസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 × 6 കോളംസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഡി കോഡ് എന്ന് പറയുന്ന കോളം റിഡൻഡൻ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഒരു കോളത്തിലെ വാല്യൂ മറ്റൊരു ടേബിളിലെ കോളത്തിലെ വാല്യൂ ആയിട്ട് ഈക്വൽ ആണെന്ന് കമ്പയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ കേസസിൽ നമുക്ക് ഓൺ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് യൂസിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. യൂസിങ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോളത്തിൻ്റെ പേര് പറയാം. അപ്പോൾ ഡി കോഡ് വെച്ചിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാം. അതായത് ഡി കോഡ് സെയിം ആയി വരുന്ന കേസിൽ ഇത് കമ്പൈൻ ചെയ്യാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കോളം ഡ്യൂപ്ലിക്കേറ്റ് കോളംസ് മാറിയിട്ട് സിംഗിൾ കോളമായിട്ട് ഫസ്റ്റ് കോളമായിട്ട് അത് എൻ്റർ ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ രണ്ട് ടേബിൾ എടുത്തു കഴിയുമ്പം ആ രണ്ട് ടേബിളിൽ ഒരേ ഡാറ്റ ടൈപ്പും ഒരേ നെയിമും ഒക്കെ ഉള്ള കോളംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിനിങ് കണ്ടീഷൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അതിന് പകരം ഈ ജോയിൻ്റെ മുൻപിൽ നാച്ചുറൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ നാച്ചുറൽ ജോയിൻ എന്ന് പറയും. ഇപ്പോൾ നാച്ചുറൽ ജോയിൻ ചെയ്യുന്നത് രണ്ട് ടേബിൾ എടുക്കുന്നു, രണ്ട് ടേബിളിൻ്റെയും കോളംസ് കമ്പയർ ചെയ്യുന്നു. അതിൽ കമ്പയറബിൾ ആയിട്ടുള്ള കോളംസ് ഉണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ വാല്യൂ വെച്ചിട്ട് രണ്ടും ഈക്വലായി വരുന്ന കേസസിൽ റോസ് കമ്പൈൻ ചെയ്യുന്നു. നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നോർമൽ ജോയിൻസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും എന്താണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ രണ്ട് ടേബിളാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ തന്നെയാണ്. സെലക്ട് സ്റ്റാർ
ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റിൽ 16 റോസ് ആണുള്ളത്. ഇനി രണ്ടാമത് ഞാൻ യൂസ് ചെയ്യുന്നത് ടേക്സ് എന്ന് പറയുന്ന ടേബിളാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളും ടേക്സ് എന്ന് പറയുന്ന ടേബിളും. ടേക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ലിസ്റ്റാണ്. ഡിഫറെൻറ്റ് ഇയേഴ്സിലും സെമസ്റ്റർ ക്ലാസ്സിലുമായിട്ട് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റാണ് ടേക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഓരോ സ്റ്റുഡൻറ്റും പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ലിസ്റ്റ് കിട്ടണം. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ആ സ്റ്റുഡൻസിനെയും എനിക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ജോയിൻ ടേക്സ് യൂസിങ് SID. SID വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. ഇപ്പം ഫസ്റ്റ് ടേബിളിൽ SID ഉണ്ട്, സെക്കൻഡ് ടേബിളിൽ SID ഉണ്ട്. ഈ SID വെച്ച് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ SID വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 23 റോസ് കിട്ടിയിട്ടുണ്ട്. 23 റോസിൽ ഏതെങ്കിലുമൊക്കെ കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ്, അതായത് ടേക്സ് എന്നുള്ള ടേബിളിൽ രജിസ്റ്റർ ആയിട്ടുള്ള SID ഉള്ള സ്റ്റുഡൻസിനെ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 10101 ആലീസ് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിനെ ഈ ടേബിളിൽ ഈ ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതായത് കാരണം ആലീസ് കോഴ്സൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ആലീസിനും കൂടെ ഈ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യണമായിരുന്നു. അതായത് ഒരു കോഴ്സും രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിനെ കൂടെ രജിസ്റ്റർ ചെയ്യണമായിരുന്നുവെങ്കിൽ, ലിസ്റ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ജോയിൻ. ഇപ്പോൾ ലെഫ്റ്റ് ജോയിൻ പറയുന്നത് രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ മാത്രം കമ്പൈൻ ചെയ്യുന്നത് ഒഴിവാക്കി ആദ്യത്തെ ടേബിളിലെ എല്ലാ റോയും എടുക്കുക. ആദ്യത്തെ ടേബിളിൽ എല്ലാ റോയും എടുക്കുക. ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആവുന്ന റോസുമായിട്ട് കമ്പൈൻ ചെയ്യുക. ഇനി ഒരു റോയും ഈക്വലായിട്ട് വരുന്നില്ലെങ്കിൽ ആ റോയിനെ വെറുതെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് അപ്പുറത്തെ ടേബിളിലെ റോ ഒന്നും മാച്ചിങ് ആയിട്ടില്ല, അപ്പോൾ ആ ഒന്നും മാച്ചിങ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വാല്യൂ കൊടുക്കുക. അതായത് ഫസ്റ്റ് ടേബിളിലെ എല്ലാ റോയും വേണം. മാച്ച് ആവുകയാണെങ്കിൽ മാച്ച് ആവുന്ന റോയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. മാച്ച് ആവുന്നില്ലെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതാണ് ലെഫ്റ്റ് ജോയിൻ പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റൈറ്റ് ജോയിൻ. റൈറ്റ് ജോയിൻ ചെയ്യുന്നത് രണ്ടാമത്തെ ടേബിളിലെ എല്ലാ റോയും എടുക്കണം. എന്നിട്ട് ആദ്യത്തെ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടേബിൾ ആ റോ ആഡ് ചെയ്യണം. മാച്ച് ആവുന്നില്ല എങ്കിൽ മാച്ച് ആവുന്നില്ല എന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഇൻഡിക്കേഷൻ വേണം. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ ആകുമ്പോൾ ലെഫ്റ്റ് ടേബിളിൽ ആദ്യത്തെ ടേബിളിലെ എല്ലാ റോയും ഉണ്ടാവും. റൈറ്റ് ജോയിൻ ആകുമ്പോൾ റൈറ്റ് ടേബിളിലെ എല്ലാ ജോയിനും ഉണ്ടാവും, എല്ലാ ഇതും ഉണ്ടാവും. നോർമൽ ജോയിൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഈക്വൽ ആണെങ്കിൽ മാത്രമേ രണ്ട് റോയും കൂടെ കമ്പൈൻ ആവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ടേബിളിലെ ഏതെങ്കിലും വാല്യൂ രണ്ടാമത്തുമായിട്ട് ഈക്വൽ ആവുന്നില്ലെങ്കിൽ ആ ഒന്നാമത്തെ ടേബിളിലെ വാല്യൂ അതിൽ ഇൻക്ലൂഡ് ആവില്ല. അതുപോലെ രണ്ടാമത്തെ ടേബിളിൽ ഒരു റോയും ഒന്നാമത്തെ ടേബിളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ടേബിളിലെ റോയും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും നോർമൽ ജോയിനും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമുക്ക് ലെഫ്റ്റ് ജോയിൻ കൊടുത്തു നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ജോയിൻ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒഴിവാക്കിയ ആലീസ്, ബോബ് പോലുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ രണ്ടാമത്തെ ടേബിളിൻ്റെ എൻട്രി ആയിട്ട് വന്നിരിക്കുന്നതെല്ലാം നൾ എന്നുള്ള കാര്യമാണ്. നൾ ഇൻഡിക്കേറ്റ്സ് നോ മാച്ചിങ് റോ ഫൗണ്ട് ഇൻ സെക്കൻഡ് ടേബിൾ എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ സ്റ്റുഡൻറ്റിനാണ് ഇങ്ങനെ നള്ള് വന്നതെന്ന് നോക്കണം. അപ്പോൾ അത് എളുപ്പമാണ്. CID എന്നുള്ള കോളം നോക്കിയിട്ട് ആ CID എന്നുള്ള കോളം നള്ളാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിന് ശേഷം ഈ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ ക്ലോസ് ആണ്. വേറിന് ശേഷം നമ്മൾ കണ്ടീഷൻ പറയാം. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ CID നള്ളാണോ എന്നുള്ളതാണ്. CID ഈസ് ഈക്വൽ ടു നൾ. നമുക്ക് എംപ്റ്റി സെറ്റാണ് വന്നത്. എംപ്റ്റി സെറ്റ് വരാൻ കാരണം നള്ളിനെ നമുക്ക് നോർമൽ വാല്യൂസ് കമ്പയർ ചെയ്യുന്ന പോലെ ഈക്വാലിറ്റി സൈൻ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ലൈക്ക് എന്നുള്ള കീവേഡ് നമ്മൾ പഠിച്ചായിരുന്നു. ലൈക്ക് കൊടുത്തോളാം. അപ്പോൾ ലൈക്ക് കൊടുക്കുമ്പോഴും വരുന്നില്ല. അപ്പോൾ ഈക്വാലിറ്റിയോ ലൈക്കോ യൂസ് ചെയ്ത് നള്ളിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സ്പെഷ്യൽ കീവേഡ് ആവശ്യമാണ്. അതാണ് ഈസ് എന്നുള്ള കീവേഡ്. ഈസ് നള്ള് കൊടുത്തു കഴിഞ്ഞാൽ നൾ എന്നുള്ള വാല്യൂ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇനി നള്ളല്ലാത്ത വേണമെങ്കിൽ ഈസ് നോട്ട് നൾ കൊടുത്താൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടു ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് നൾ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്നത്. ഇതാണ് ലെഫ്റ്റ് ജോയിൻ. ഇതേപോലെ നമുക്ക് റൈറ്റ് ജോയിൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ റൈറ്റ് ജോയിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കോഴ്സ് എന്ന് പറയുന്ന ടേബിളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഇവിടെ ഉണ്ട്, ടേക്സ് എന്ന് പറയുന്ന ടേബിൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ കോഴ്സും ഏതെങ്കിലുമൊക്കെ കോഴ്സ് ഏതെങ്കിലും സ്റ്റുഡൻറ്റ് എടുക്കാത്തതുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കാം. എന്താണ് ആദ്യം ടേക്സും രണ്ടാമത് കോഴ്സും വരുന്ന രീതിയിൽ കമ്പൈൻ ചെയ്ത് നോക്കാം.
അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം ടേക്സ് റൈറ്റ് ജോയിൻ കോഴ്സ് യൂസിങ് CID. ഇപ്പോൾ CID വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ CID ഉണ്ട്, ഇവിടെയും CID ഉണ്ട്. അപ്പോൾ ഈ CID എന്നുള്ള കോളം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ കോഴ്സിൻ്റെ എല്ലാ വാല്യൂം വന്നിട്ടുണ്ട്. കോഴ്സിൻ്റെ എല്ലാ വാല്യൂം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേക്സിൽ ഇല്ലാത്തടത്തെല്ലാം നള്ള് വന്നിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ടേബിളിലെ എല്ലാ എൻട്രിയും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിളിൽ എത്രയായിരുന്നു? 29 റോസാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നമുക്കിത് എത്രയാണ്? കോഴ്സിലുള്ളത് 15 റോസാണ്. ഇത് 15 റോസ് എല്ലാം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. സെലക്ട് distinct CID. ഫിഫ്റ്റീൻ റോസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് ജോയിൻ ഇല്ലാതെ കൊടുത്തു പോകാം, റൈറ്റ് ഒഴിവാക്കി കൊടുത്തു പോകാം. ഇപ്പം 9 റോസേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള കോഴ്സസ് ഒന്നും ആരും എടുത്തിട്ടില്ല, എടുക്കാത്ത കുറേ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റൈറ്റ് ജോയിനും ലെഫ്റ്റ് ജോയിനും നോർമൽ ജോയിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ജോയിൻ യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ ടേബിൾസ് കമ്പൈൻ ചെയ്യാം. ഒന്നിൽ കൂടുതൽ ടേബിൾസ് കമ്പൈൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ജോയിനോ റൈറ്റ് ജോയിനോ യൂസ് ചെയ്യാൻ പറ്റില്ല, നോർമൽ ജോയിൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ടേക്സ് എന്നുള്ള ടേബിൾ തന്നെ എടുക്കാം. ടേക്സ് എന്നുള്ള ടേബിളിൽ SID ഉണ്ട്, CID ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റുഡൻറ്റും എടുത്ത കോഴ്സ് വിത്ത് ടൈറ്റിൽ വേണം. സ്റ്റുഡൻറ്റിൻ്റെ ID, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, കോഴ്സിൻ്റെ ID, കോഴ്സിൻ്റെ ടൈറ്റിൽ. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഐഡിയും നെയിമും ഉള്ളത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളാണ്. സ്റ്റുഡൻറ്റിൻ്റെ ഐഡിയും നെയിമുള്ളത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളാണ്. കോഴ്സിൻ്റെ ഐഡിയും ടൈറ്റിലുള്ളത് കോഴ്സ് എന്ന് പറയുന്ന ടേബിളാണ്. ഇനി ഇതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ടേക്സ് എന്ന് പറയുന്ന ടേബിളാണ്. അപ്പോൾ ഈ 3 ടേബിളും കൂടെ കമ്പൈൻ ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ജോയിൻ ടേക്സ് ജോയിൻ കോഴ്സ്. 3 ടേബിൾ കമ്പൈൻ ചെയ്യാണ്. പിന്നെ ഒരുപാട് ടേബിൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേബിൾസിന് ആലിയാസസ് കൊടുക്കാം. അതായത് സ്റ്റുഡൻറ്റ് എന്നുള്ള വലിയ പേരാണ്. അപ്പം സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ നെയിമായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം ഇനിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബാക്കി വരുന്ന വേറെ കണ്ടീഷനിലോ ഓൺ കണ്ടീഷനിലോ ഒക്കെ നമുക്ക് ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ വേറൊരു പേര് യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ ആസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോർട്ട് നെയിമോ വേറൊരു നെയിമോ കൊടുക്കാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സ്പേസ് ഇട്ടതിന് ശേഷം നെയിം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. ഇനി ഞാൻ എവിടെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ത്രൂ ഔട്ട് സ്റ്റുഡൻറ്റ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം എനിക്ക് S യൂസ് ചെയ്യാം, ടേക്സിന് പകരം T യൂസ് ചെയ്യാം, കോഴ്സിന് പകരം C യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഞാൻ സെലക്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ID ആണ്. അപ്പോൾ S.SID, സ്റ്റുഡൻറ്റിലെ SID, student.SID എന്ന് എഴുതണമായിരുന്നു. ഞാനിവിടെ അലിയാസ് കൊടുത്ത കാരണം ഞാൻ S.SID യൂസ് ചെയ്താൽ മതി. S.name, അതുപോലെ course.CID ആൻഡ് course.title. ഇത്രയും കാര്യമാണ് എനിക്ക് വേണ്ടത്. ഇനി ലാസ്റ്റ് ഓൺ കണ്ടീഷൻ പറയാം. S.SIDയും T.SIDയും സെയിം ആവണം ആൻഡ് T.CIDയും course.CIDയും സെയിം ആവണം. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്റ്റുഡൻറ്റും സ്റ്റുഡൻറ്റിന് കറസ്പോണ്ടിങ് സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നു കോഴ്സസിൻ്റെയും ടൈറ്റിൽ കിട്ടി. അപ്പോൾ നമ്മൾ 3 ടേബിൾ കമ്പൈൻ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും യൂസ് ചെയ്യാം. ഏതാണ് ഷാങ് എത്ര കോഴ്സ് എടുത്തു, ശങ്കർ എത്ര കോഴ്സ് എടുത്തു എന്നറിയണമെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റായിട്ട് ഗ്രൂപ്പ് ബൈ ഏതാണ് S.name, സ്റ്റുഡൻറ്റിൻ്റെ നെയിം വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ആ നെയിമിൻ്റെ കൂടെ
എത്ര കോഴ്സ് എടുക്കുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ CID ടൈറ്റിൽ ഒന്നും ആവശ്യമില്ല. നമ്മളതിൻ്റെ നെയിം വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്ന വരെ ഏതാണ് SID വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. കാരണം SID ആണ് നമ്മുടെ പ്രൈമറിക്ക്. നെയിം സെയിം ആണെന്നില്ലല്ലോ. SID എപ്പോഴും നെയിം ഡിഫറെൻ്റ് ആവണമെന്നില്ലല്ലോ. SID എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്റ്റുഡൻറ്റിന് ഒരു SID ഉണ്ടാവുള്ളൂ. സ്ലോട്ട് നെയിം കൊടുക്കുന്നതിന് കൂടെ ഒരു കൗണ്ടും കൂടെ കൊടുക്കുക. കൗണ്ട് SID. ടേബിളിൽ എത്ര SIDs ഒരേ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നോക്കുക, കൗണ്ട് ചെയ്യും. ഇനി അതിന് വേണമെങ്കിൽ നമുക്കൊരു പേരും കൊടുക്കാം. നമ്പർ ഓഫ് കോഴ്സസ് രജിസ്റ്റേർഡ്. ഓക്കെ, ഇനി കൊടുക്കാം. ഓരോ സ്റ്റുഡൻറ്റും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് കോഴ്സസ് ഇവിടെയുണ്ട്. ഇനി വീണ്ടും ഇത് കറക്റ്റിലാണ് നോക്കാം. ശാങ്കർ 2 അല്ലേ? ശാങ്കർ 2 ആണ്. ശങ്കർ 4 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാരാണ് ഏറ്റവും മിടുക്കെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതിൽ നിന്നും രണ്ടോ അതിലധികമോ കോഴ്സസ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനെ ഫിൽറ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് വേറെന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കാം. അല്ല, വേറെന്നല്ല, ഹാവിങ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹാവിങ് കൗണ്ട് ഓഫ് s.sid greater than 2. അപ്പോൾ ഈ ഗ്രൂപ്പ് ബൈൻ്റെ കൂടെ നമുക്ക് വേർ ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗ്രൂപ്പ് ബൈൻ്റെ കൂടെ വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പ് ബൈൻ്റെ കൂടെ വേറിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് ഹാവിങ് എന്ന് പറയുന്ന ക്ലോസ്. ഇപ്പോൾ ഹാവിങ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 2. ഇപ്പോൾ 2ന് മുകളിലുള്ള കോഴ്സസ് രജിസ്റ്റർ ചെയ്ത ആൾക്കാരെ എല്ലാം ലിസ്റ്റ് ചെയ്യും. ഇനി 2ഓ 2-നധികമാണ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ കോഴ്സസ് രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസിനെയാണ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. മാക്സിമം ഓഫ് വർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തു പോകാം. കൗണ്ട് ഓഫ് s.sid. കൗണ്ടിൻ്റെ മാക്സിമം എടുത്തിട്ട് ആ മാക്സിമം ആയിട്ട് ഈക്വലായിട്ട് വരുന്ന സ്റ്റുഡൻറ്റിനെ എടുക്കുക. ഓക്കെ, അത് പറ്റില്ല. അത് പോസിബിൾ അല്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് സബ് ക്വറീസ് എഴുതേണ്ടി വരും. അത് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കാം. അപ്പോൾ എനിവേ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്നത്. ജോയിൻസ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമായ ഡാറ്റ ഡിഫറെൻറ്റ് ടേബിൾസിൽ നിന്നും കളക്ട് ചെയ്ത് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.